എല്ലാവർക്കും ലേൺ വിത്ത് അഞ്ജു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ട് PSC ബുള്ളറ്റിനിലെ കുറച്ച് ചോദ്യങ്ങളാണ് നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ തുടങ്ങാം. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഓസ്റ്റിയോളജി. മത്സ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് സ്രാവാണ്. മത്സ്യങ്ങളുടെ രാജാവ് സ്രാവ്. മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് മറയൂർ. മറയൂർ മുനിയറകൾക്ക് പ്രസിദ്ധമാണ്. മുട്ടയുടെ തോടിൽ പ്രധാനമായും കാണപ്പെടുന്ന രാസവസ്തു ഏതാണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. മുട്ടയുടെ തോടിൽ പ്രധാനമായും കാണപ്പെടുന്ന രാസവസ്തു കാൽഷ്യം കാർബണേറ്റ്. ഒന്നുകൂടി പറയാം. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. മത്സ്യങ്ങളുടെ രാജാവ് സ്രാവ്. മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് മറയൂർ. മുട്ടയുടെ തോടിൽ പ്രധാനമായും കാണപ്പെടുന്ന രാസവസ്തു കാൽഷ്യം കാർബണേറ്റ്. മുങ്ങൽ വിദഗ്ധർ അക്വാലെങ്സിൽ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകങ്ങളാണ് ഓക്സിജൻ, ഹീലിയം എന്നിവ. മുങ്ങൽ വിദഗ്ധർ അക്വാലെങ്സിൽ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകങ്ങളാണ് ഓക്സിജൻ, ഹീലിയം. മുഗൾ സാമ്രാജ്യ സ്ഥാപകനാണ് ബാബർ. മുഗൾ സാമ്രാജ്യ സ്ഥാപകനാരാണ്? ബാബറാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക് പണി കഴിപ്പിച്ച നഗരമാണ് ജഹൻപന. മുഹമ്മദ് ബിൻ തുഗ്ലക് പണി കഴിപ്പിച്ച നഗരമാണ് ജഹൻപന. ഒന്നുകൂടി പറയാം. മുങ്ങൽ വിദഗ്ധർ അക്വാലെങ്സിൽ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകങ്ങൾ ഓക്സിജൻ, ഹീലിയം. മുഗൾ സാമ്രാജ്യ സ്ഥാപകനാണ് ബാബർ. മുഹമ്മദ് ബിൻ തുഗ്ലക് പണി കഴിപ്പിച്ച നഗരമാണ് ജഹൻപന. മുംബൈയിലെ ദാദറിനു സമീപം ആരുടെ സമാധി സ്ഥലമാണുള്ളത്? ഡോക്ടർ BR അംബേദ്കറുടെ സമാധി സ്ഥലമാണ് മുംബൈ ദാദറിനു സമീപം സ്ഥിതി ചെയ്യുന്നത്. മൂകനായക് എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപകനാണ് ഡോക്ടർ BR അംബേദ്കർ. മൂകനായക് എന്ന പ്രസിദ്ധീകരണം ആരുടേതാണ്? ഡോക്ടർ BR അംബേദ്കറുടേതാണ്. 3 പ്രാവശ്യം ഭരത് അവാർഡ് നേടിയ മലയാളി നടനാണ് മമ്മൂട്ടി. 3 പ്രാവശ്യം ഭരത് അവാർഡ് നേടിയ മലയാളി നടൻ മമ്മൂട്ടിയാണ്. മറ്റെങ്ങും പരാമർശിച്ചിട്ടില്ലാത്ത വിഷയങ്ങൾ മന്ത്രിസഭയ്ക്ക് വേണ്ടി ആരാണ് കൈകാര്യം ചെയ്യുന്നത്? മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതുവരെ പറഞ്ഞ ചോദ്യങ്ങൾ പ്രധാനപ്പെട്ടത് പറയാം. നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഏതാണ്? അതെ, മറയൂർ. അസ്ഥികളെക്കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. മുങ്ങൽ വിദഗ്ധർ അക്വാലെങ്സിൽ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകങ്ങൾ ഏതെല്ലാമാണ്? ഓക്സിജൻ, ഹീലിയം. മൂക് നായക് എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ സ്ഥാപകൻ ഡോക്ടർ BR അംബേദ്കർ. ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം. മലബാർ സിമൻറ്റ് ഫാക്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വാളയാറിലാണ്. മലബാർ സിമൻറ്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് വാളയാറിലാണ്. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥമായ വർത്തമാന പുസ്തകം രചിച്ചത് പാറമ്മാക്കൽ തോമാ കത്തനാരാണ്. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥമാണ് വർത്തമാന പുസ്തകം. അത് രചിച്ചത് പാറമ്മാക്കൽ തോമാ കത്തനാരാണ്. മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് ചിത്രം ഏതാണ്? ന്യൂസ് പേപ്പർ ബോയ്. മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് ചിത്രം ന്യൂസ് പേപ്പർ ബോയ്. അലക്സാണ്ടർ ആദ്യമായി ആക്രമിച്ചു കീഴടക്കിയ ഇന്ത്യൻ പ്രദേശമാണ് തക്ഷശില. അലക്സാണ്ടർ ആദ്യമായി ആക്രമിച്ചു കീഴടക്കിയ ഇന്ത്യൻ പ്രദേശം ഏതാണ്? തക്ഷശില. മലബാർ സിമൻറ്റ് ഫാക്ടറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വാളയാറിലാണ്. മലയാളത്തിലെ ആദ്യത്തെ യാത്രാവിവരണ ഗ്രന്ഥം വർത്തമാന പുസ്തകം രചിച്ചത് പാറമ്മക്കൽ തോമാ കത്തനാരാണ്. മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് ചിത്രം ഏതാണ്? ന്യൂസ് പേപ്പർ ബോയ്. അലക്സാണ്ടർ ആദ്യമായി ആക്രമിച്ചു കീഴടക്കിയ ഇന്ത്യൻ പ്രദേശമാണ് തക്ഷശില. അവസാനത്തെ കുലശേഖര ചക്രവർത്തി ആരാണ്? രാമവർമ്മ കുലശേഖരനാണ്. അക്ബർ ജനിച്ചത് അമർകോട്ടിലാണ് എന്ന് 1542 അക്ബർ ജനിക്കുന്നത്. എവിടെയാണ്? അമർകോട്ടിൽ. അക്ബറുടെ ഇലാഹി കലണ്ടർ ആരംഭിച്ച വർഷം 1583. അക്ബറുടെ ഇലാഹി കലണ്ടർ ആരംഭിച്ചത് 1583. അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയാണ് PN പണിക്കർ. അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യ സെക്രട്ടറി ആരാണ്? PN പണിക്കരാണ്. മഹത്തായ വിപ്ലവം നടന്ന വർഷം ഏതാണ്? 1688. മഹത്തായ വിപ്ലവം നടക്കുന്നത് 1688. മ്യൂട്ടേഷൻ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഹ്യൂഗോ ഡിവ്രിസ്. മ്യൂട്ടേഷൻ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ഹ്യൂഗോ ഡിവ്രിസ്. മദൻ മോഹൻ മാളവ്യയുടെയും മുഹമ്മദ് അലി ജിന്നയുടെയും ജന്മദിനം ഒരേ ദിവസമാണ്. അതേതാണ്? ഡിസംബർ 25. മദൻ മോഹൻ മാളവ്യയുടെയും മുഹമ്മദ് അലി ജിന്നയുടെയും ജന്മദിനം എന്നാണ്? ഡിസംബർ 25. മദ്യപാനം കൊണ്ട് ഏറ്റവും അധികം ദോഷം സംഭവിക്കുന്ന ശരീരഭാഗം ഏതാണ്? കരളാണ്. മദ്യപാനം കൊണ്ട് ഏറ്റവും അധികം ദോഷം സംഭവിക്കുന്ന ശരീരഭാഗം കരൾ. മ്യൂട്ടേഷൻ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഹ്യൂഗോ ഡിവ്രിസ് ആണ്. മദൻ മോഹൻ മാളവ്യയുടെയും മുഹമ്മദ് അലി ജിന്നയുടെയും ജന്മദിനം ഡിസംബർ 25. മദ്യപാനം കൊണ്ട് ഏറ്റവും അധികം ദോഷം സംഭവിക്കുന്ന ശരീരഭാഗമാണ് കരൾ.
ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ആനി ബസന്റ് വാരണാസിയിൽ സെൻട്രൽ ഹിന്ദു സ്കൂൾ സ്ഥാപിച്ചത് 1898 വാരണാസിയിൽ ആനി ബസന്റ് സ്ഥാപിച്ച സ്കൂളാണ് സെൻട്രൽ ഹിന്ദു സ്കൂള്. സ്ഥാപിച്ച വർഷം 1898. ആന്ധ്ര കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നേതാവ് ടി പ്രകാശം. ആന്ധ്ര കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നേതാവ് ആരാണ്? ടി പ്രകാശം. ആധുനിക ഭാരതത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ആനി ബസന്റ് വാരണാസിയിൽ 1898 സ്ഥാപിച്ച സ്കൂളാണ് സെൻട്രൽ ഹിന്ദു സ്കൂൾ. ആന്ധ്ര കേസരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ടി പ്രകാശം. ആഗ്ര നഗർ സ്ഥാപിച്ചത് സിക്കന്ദർ ലോധിയാണ്. ആഗ്ര നഗർ സ്ഥാപിച്ചതാരാണ്? സിക്കന്ദർ ലോധി. ആമസോൺ നദി പതിക്കുന്ന സമുദ്രം ഏതാണ്? അറ്റ്ലാന്റിക് സമുദ്രം. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്? PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായി നമ്മൾ ആചരിച്ചു വരുന്നത്. ആരുടെ ജന്മദിനമാണ് കേരള സർക്കാർ തത്വജ്ഞാന ദിനമായിട്ട് ആചരിക്കുന്നത്? ശങ്കരാചാര്യർ. ശങ്കരാചാര്യരുടെ ജന്മദിനമാണ് കേരളം തത്വജ്ഞാന ദിനമായിട്ട് ആചരിക്കുന്നത്. ആമസോൺ നദി പതിക്കുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രമാണ്. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കർ. കേരള സർക്കാർ തത്വജ്ഞാന ദിനമായി ആചരിക്കുന്നത് ശങ്കരാചാര്യരുടെ ജന്മദിനമാണ്. കഴിഞ്ഞ ഭാഗത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പറയാം, കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. മലയാളത്തിലെ ആദ്യത്തെ റിയലിസ്റ്റിക് ചിത്രം ഏതാണ്? ന്യൂസ് പേപ്പർ ബോയ്. ഓക്കെ. അഹമ്മദ് നഗറിൻ്റെ നിസാം ഷാഹി വംശം സ്ഥാപിച്ചതാരാണ്? മാലിക് അഹമ്മദാണ്. അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിൻ്റെ ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? PN പണിക്കർ. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം ഏതാണ്? വർത്തമാന പുസ്തകമാണ്. ഓക്കെ. അടുത്തത് മദ്യപാനം കൊണ്ട് ഏറ്റവും അധികം ദോഷം സംഭവിക്കുന്ന ശരീരഭാഗം ഏതാണ്? കരളാണ്. ആമസോൺ നദി പതിക്കുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. ഒരു വിഭാഗത്തിൽ നിന്നു മാത്രമായി ഏറ്റവും കൂടുതൽ ഓസ്കർ അവാർഡ് നേടിയത് ആരാണ്? സെഡ്രിക് ഗിബ്ബൺസ് ആണ്. ഒരു വിഭാഗത്തിൽ നിന്ന് മാത്രമായി ഏറ്റവും കൂടുതൽ ഓസ്കർ അവാർഡ് നേടിയത് സെഡ്രിക് ഗിബ്ബൺസ് ആണ്. കേരളത്തിൽ നിയമസഭാംഗമല്ലാത്ത മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി ആരാണ്? സി അച്യുതമേനോനാണ്. കേരളത്തിൽ നിയമസഭാംഗമല്ലാതെ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തിയാണ് സി അച്യുതമേനോൻ. ടാഗോറിന് നൊബേൽ സമ്മാനം കിട്ടിയ വർഷം 1913. ടാഗോറിന് നൊബേൽ സമ്മാനം ലഭിച്ച വർഷം ഏതാണ്? 1913. വായുവിന് ഭാരമുണ്ടെന്ന് തെളിയിച്ചതാരാണ്? ടോറിസെല്ലിയാണ്. വായുവിന് ഭാരമുണ്ടെന്ന് തെളിയിച്ചത് ടോറിസെല്ലി. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. ഇനി തുടർന്നുള്ള ക്ലാസ്സുകളും കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.